അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇന്ന് പറയുന്നത് സത്യസന്ധതയെക്കുറിച്ചാണ്. നമ്മളെപ്പോഴും സത്യസന്ധതയുള്ളവരായി നീങ്ങണം എന്നതാണ്. ആരോടും കളവ് പറയരുത്, വഞ്ചിക്കരുത് എന്നതാണ്. ഇന്ന് ഒരുപാട് വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് ആളുകളെ വഞ്ചിച്ചതിന്റെ പേരിലൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ, അതിന്റെ പേരിൽ ആത്മഹത്യകളൊക്കെ നടക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആരെയും ബുദ്ധിമുട്ടാക്കരുത് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കരുത്. സത്യസന്ധതയുള്ളവരായി മാത്രം ജീവിക്കണം. നമ്മുടെ മക്കൾക്ക് നാം എന്ത് ചെയ്യണം? സത്യസന്ധത പഠിപ്പിച്ചു കൊടുക്കണം. മക്കളോട് പറയണം, സത്യം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ, നുണ ഒരിക്കലും പറയരുത്. ഇന്ന് ഒരുപാട് മക്കൾ കളവ് പറഞ്ഞതിന്റെ കാരണത്താൽ അവരുടെ ടീച്ചേഴ്സും അതുപോലെ ഉസ്താദുമാരും അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളൊക്കെ ഇന്ന് തടങ്കലിലായ ഒരുപാട് സംഭവങ്ങളുണ്ട്. സംഭവം കുട്ടികൾ എന്തായതാണ്? ദേശത്തിന്റെ പേരിൽ എന്തായത്? കളവ് പറഞ്ഞതാണ്. ഇന്ന് പത്രമാധ്യമങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കേസുകൾ തെളിഞ്ഞു വരുമ്പോൾ കുട്ടികൾ പറയുന്നത് അത് ഞാൻ തമാശക്ക് പറഞ്ഞതാണ്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ കളവ് പറഞ്ഞതാണ് എന്നൊക്കെയാണ് അതിന്റെ അവസാനത്തെ റിസൾട്ടുകൾ കാണുന്നത്. ഇതൊന്നും നടന്ന സംഭവങ്ങളല്ല. ഓരോ നുണ പറഞ്ഞതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് മക്കളോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ സത്യസന്ധത നാം പാലിക്കണം, നല്ല സത്യവാന്മാരായി ജീവിക്കണം. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഉമ്മ പഠിക്കാൻ വേണ്ടി മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ പറഞ്ഞയക്കുന്ന സമയത്ത് അവിടെ കീശയിൽ എന്ത് വെച്ചു കൊടുത്തു? കുറച്ച് നാണയത്തുട്ടുകൾ വെച്ച് പിൻ ചെയ്ത് വെച്ചു കൊടുത്തു, തുന്നി വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ ഒരിക്കലും നുണ പറയരുത്, കളവ് പറയരുത് എന്ന് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറഞ്ഞു കൊടുത്തു. മോൻ അത് സ്വീകരിച്ചു. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ വഴിയോരത്ത് വെച്ച് കൊള്ള സംഘം മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനെ പിടിക്കപ്പെട്ടു. എന്നിട്ട് മകനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ സ്വർണമുണ്ടോ, അല്ലെങ്കിൽ നിന്റെ കയ്യിൽ വിലപിടിപ്പുള്ള വല്ല വസ്തുക്കളുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോ ഈ മകൻ പറഞ്ഞു, എന്റെ കീശയിൽ എന്റെ ഉമ്മ എനിക്ക് തുന്നി വെച്ചു തന്ന ഇത്ര പണമുണ്ട് എന്ന് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഈ കൊള്ള സംഘത്തിനോട് പറഞ്ഞു. ഇത് കേട്ട് ഈ കൊള്ള സംഘം അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ കുട്ടിന്റെ കയ്യിൽ സ്വർണ്ണുണ്ട്, എന്റെ കയ്യിലുണ്ട് എന്നുള്ളത് സത്യസന്ധമായി പറഞ്ഞല്ലോ. ഈ കൊള്ള സംഘം അത്ഭുതപ്പെട്ടു പോയി. അവിടെ സത്യമാണ് വിജയിച്ചത്. കളവൊരിക്കലും പറയരുത് എന്ന് ഉമ്മ ഈ മകനോട് പറഞ്ഞു കൊടുത്തപ്പോൾ മകൻ അതുപോലെ ശീലിച്ചു എന്നതാണ്. സത്യം മാത്രമേ എവിടെയും വിജയിക്കുകയുള്ളൂ, കളവൊരിക്കലും വിജയിക്കുകയില്ല. അത് 100% ഉറപ്പാണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കഴിച്ചിലാവാൻ പറ്റും. നുണ പറഞ്ഞാലോ ഒരുപാട് സമയങ്ങൾ എടുത്തിട്ടേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? കഴിച്ചിലാവാണെങ്കിൽ കഴിച്ചിലാവാൻ പറ്റുള്ളൂ. ഇനി കഴിച്ചിലായി തന്നെ അത് പിന്നീട് ഒരിക്കൽ പിടിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ എന്താണ്? സത്യസന്ധവന്മാരായിട്ട് എന്ത് ചെയ്യണം? ജീവിക്കണം എന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനു മഅസ്വാദിഖീൻ. സ്വാദിഖീങ്ങളായി, സ്വാദിഖങ്ങളോട് കൂടെ ആവണം എന്ന് പറഞ്ഞാൽ സ്വാദിഖീങ്ങളായി ജീവിക്കണം, സത്യസന്ധവാന്മാരായിട്ട് ജീവിക്കണം. അപ്പോഴേ സ്വാദിഖീങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കച്ചവടം ചെയ്യുന്നവരാണല്ലോ. കച്ചവടക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ കച്ചവടം ചെയ്യുന്ന സമയത്ത് സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്തു നോക്കൂ. നിങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും. അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. നിങ്ങൾ മോശമായി ഒരാളെ വഞ്ചിച്ച നിലക്കാണ് നിങ്ങൾ കച്ചവടം നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ ആ സമ്പത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ബർക്കത്തുണ്ടാവുകയില്ല. ഹദീസുകളുണ്ട്, ഇൻഷാ അല്ലാഹ് വഴിയെ ഞാൻ പറയുന്നതാണ്. ഒരു ഹദീസ് ഉണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നന്മ ചെയ്ത് ജീവിക്കണം. നന്മ ചെയ്ത് ജീവിച്ചാൽ ആ നന്മ സ്വർഗത്തിലേക്ക് എത്തിക്കും. അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് സിദ്ദീഖ് എന്നൊരു ടൈറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവും എന്നതാണ്. ഹദീസാണ് പറയുന്നത്. ഇനി ഒരാള് തിന്മ ചെയ്തു, മോശപ്രവർത്തികൾ ചെയ്തു, എന്നിട്ട് ആ മോശപ്രവൃത്തി എവിടേക്ക് എത്തിക്കും? നരകത്തിലേക്ക് എത്തിക്കും. ഒരാൾ കളവ് ചെയ്തു, ആ കളവിനെ നേരെ എവിടേക്ക് എത്തിക്കുന്നത്? നരകത്തിലേക്കാണ് എത്തിക്കുന്നത്. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹം മോശപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ നന്മ ചെയ്തു അല്ലെങ്കിൽ സത്യസന്ധവാന്മാരായിട്ട് ജീവിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വാദിഖീങ്ങളോട് കൂടെ ആവണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? നന്മ മാത്രം ചെയ്തു ജീവിക്കുക, ആരെയും വഞ്ചിക്കരുത് എന്നതാണ്. ഇനി കച്ചവടക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ നല്ല സാധനം ഒരാൾക്ക് കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഞാനൊരിക്കൽ ഒരു കടയിൽ പോയി മുന്തിരി വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അപ്പോ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, നല്ല മുന്തിരി ഇടണം, ചീഞ്ഞതൊന്നും ഇടരുത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് പെട്ടി ഇപ്പം പൊളിച്ചു വെച്ചതാണ് എന്ന് പറഞ്ഞു.
വെട്ടിപ്പം പൊളിച്ചു വെച്ചതായിക്കോട്ടെ, ആ മുന്തിരിക്കുലയുടെ മേലെ ഒരുപാട് ചീഞ്ഞ മുന്തിരികളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ഒഴിവാക്കി നല്ലത് തന്നാളി എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. നിങ്ങൾ എന്താണ് ഇങ്ങനെ മൂല്യമാര് ഇങ്ങനെ ആവാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നത് മൂല്യമാര് എന്നതാണ്. മുസ്ലിയാക്കന്മാരെ മൊത്തത്തിൽ പറയുകയാണല്ലോ, ഇന്ന മാത്രമല്ല. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും മുസ്ലിയാക്കന്മാരെ കൂടുതലായിട്ട് പറയണ്ട. നിങ്ങൾ എന്തിനാ അത് പറയേണ്ട ആവശ്യം? കാരണം ഞാൻ നിങ്ങളോട് ചീത്തതൊക്കെ ഒഴിവാക്കി നല്ലത് തരാൻ വേണ്ടിയാണ് പറഞ്ഞത്, അല്ലെ? ക്യാഷ് തന്നിട്ടാണ് ഞങ്ങൾ എന്താ വാങ്ങുന്നത്. ഒരിക്കലും നിങ്ങളുടെ ഔദാര്യം നമ്മൾ വാങ്ങുകയല്ല, ഫ്രീ ആയിട്ട് വാങ്ങല്ല. ഫ്രീ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് നല്ലതും ചീത്തതും ഒക്കെ വാങ്ങാം. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് തരുന്നതാണ്. പക്ഷേ ഞങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങുമ്പോൾ നിങ്ങൾ നല്ല സാധനം കൊടുക്കണം. അതാണ് ഒരു കച്ചവടക്കാരൻ, അതിലേ ബർക്കത്തുള്ളൂ. ഈ വിഷയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദഹിച്ചില്ല എന്നതാണ്. പ്രിയപ്പെട്ട കച്ചവടക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ നല്ല സാധനം കൊടുക്കണം. നിങ്ങൾ വെറുതെ കൊടുക്കുകയല്ലല്ലോ. നിങ്ങൾ മറ്റുള്ളവന്റെ അടുക്കൽ നിന്നും ക്യാഷ് വാങ്ങിയിട്ടാണ് നിങ്ങൾ സാധനം കൊടുക്കുന്നത്. അപ്പൊ നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൊടുക്കുന്നതിൽ നിങ്ങൾക്കും ഒരു സന്തോഷമുണ്ടാകും, ആ വാങ്ങുന്ന ആൾക്കും സന്തോഷമുണ്ടാകും. അവിടെ കച്ചവടം നല്ലതായി മാറും എന്നതാണ്. അപ്പോൾ കച്ചവടത്തിൽ ഒരിക്കലും ഉണ്ടാവരുത് ഒരു മോശത്തരവും അല്ലെങ്കിൽ ഒരു വേണ്ടാത്തരവും അതിൽ ചെയ്യരുത് എന്നതാണ്. ഒരിക്കൽ ഒരു സ്വഹാബി ഒരു പട്ടണത്തിൽ നിന്നും എന്ത് ചെയ്യാണ്, ഈത്തപ്പഴം വിൽക്കുകയാണ്. ഈത്തപ്പഴത്തിന്റെ കൂമ്പാരം കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വഴിയെ പോവുകയാണ്. ആ സമയത്ത് ഈത്തപ്പഴമൊക്കെ അങ്ങനെ പുറത്ത് നല്ല ഉണങ്ങിയ ഈത്തപ്പഴമുണ്ട്. നബി തങ്ങൾ വെറുതെ കൈയൊന്ന് ഉള്ളിലോട്ട് ഇട്ടപ്പോൾ ഉള്ളിൽ മുഴുവൻ എന്താണ്, ചീഞ്ഞതാണ്. ചീഞ്ഞെന്ന് പറഞ്ഞാൽ നനവുള്ളതാണ്. പുറത്ത് നല്ല ഉണങ്ങിയതും ഉള്ളിൽ നല്ല എന്താണ്, നനവുള്ളതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ഇങ്ങനെ ഒരിക്കലും വിൽക്കാൻ പറ്റുകയില്ല. ഇത് ആളുകളെ വഞ്ചിക്കുകയല്ലേ. പുറത്ത് ഉണങ്ങിയതും ഉള്ളിൽ എന്താണ്, നനവുള്ളതുമാണ്. ഇങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, കച്ചവടം നടത്തരുത്. ഇത് നല്ലതല്ല, ഇത് നമുക്ക് യോജിച്ചതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിക്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ട കച്ചവടക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ എന്ത് ചെയ്യരുത്, കച്ചവടം നടത്തരുത്. സത്യസന്ധമായിട്ട് കച്ചവടം നടത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.